വെറും 2 മാസം കൊണ്ട് എൻ്റെ മുടി കൊഴിച്ചിൽ മാറാനും മുടി തഴച്ചു വളരാനും താരം മാറാനും എന്നെ സഹായിച്ച റോസ്മേരി ഓയിലും റോസ്മേരി ടോണറിൻ്റെയും വീഡിയോ ആയിട്ട് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോണത്. എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ഇങ്ങനെ ഈ റോസ്മേരി ഓയിലിൻ്റെയും റോസ്മേരി ടോണറിൻ്റെയും ബെനിഫിറ്റ്സ് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും ഭയങ്കര റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരാൻ തുടങ്ങി, കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർത്ത് വരാൻ തുടങ്ങി, താരനും ചൊറിച്ചിലും മാറി മുടിയുടെ ടെക്സ്ചറിന് തന്നെ നല്ല മാറ്റം വരുമെന്നായിരുന്നു എല്ലാ വീഡിയോസിലും ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും അവരെ പോലെ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ഭയങ്കര ഷോക്കിംഗ് റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെറും 2 മാസം കൊണ്ട് എൻ്റെ മുടി ഡബിളായിട്ടാണ് വളരാൻ തുടങ്ങിയത്. പുതിയ മുടി കിളിർത്ത് വരാനും തുടങ്ങി, ഡാൻഡ്രഫ് മാറി, നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസ്മേരി ഓയിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്ത് സാധനം യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ഹെയറിലാണെങ്കിലും ശരി, ഫേസിലാണെങ്കിലും ശരി, ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മളൊന്ന് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. എത്ര റിസൾട്ടുള്ള സാധനമാണെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുമെന്ന് നോക്കിയിട്ട് മാത്രം ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. റോസ്മേരി ലീവ്സും എടുത്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉലുവയും കരിഞ്ചീരകമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കരിഞ്ചീരകമൊക്കെ മുടി നല്ലോണം തഴച്ചു വളരാനും മുടിയിലെ താരനൊക്കെ മാറാനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ചീരകം. പിന്നെ ഈസിലി അവൈലബിൾ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് കരിഞ്ചീരകം കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ല ഞാൻ ഇടുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കാൻ പോണത് ഇതേപോലെ ഒരു ചില്ല് ബോട്ടിലാണ് കേട്ടോ. അതും നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ചില്ല് ബോട്ടിൽ തന്നെ ഓയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഉണ്ടാക്കി വെക്കരുത് ഓയിൽ. അന്ന് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും അത്രയ്ക്ക് കിട്ടില്ല, പിന്നെ അത്രയ്ക്ക് നല്ലതല്ല അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഇങ്ങനെ ഓയിലൊന്നും ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ഇതേപോലെ ചില്ല് ബോട്ടിൽ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാണ്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ലെയറായിട്ട് ഈ കരിഞ്ചീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് കരിഞ്ചീരകം എല്ലാത്തിൻ്റെ അളവ് ഒരു അര ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഞാൻ ഓയിലിംഗ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ കുറേ ഉണ്ടാക്കി വെക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം ഒരു അര ഗ്ലാസ് ഇതിൽ ഞാൻ എടുത്തത്, അളവിൽ ഞാൻ എടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവയും ഒരു അര ഗ്ലാസ് തന്നെയാണ്. എല്ലാം സെയിം അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് വെച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് വെച്ച് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ റോസ്മേരി ലീവ്സും ഞാൻ ഇതേപോലെ അര ഗ്ലാസ് തന്നെയാണ് അളവിലാണ് എടുത്തത്. അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. പിന്നെ ഇത് റോസ്മേരി ലീവ്സ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. 150 രൂപ മാത്രമേ ആയുള്ളൂ കേട്ടോ. എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ റോസ്മേരി ലീവ്സ് മാത്രമാണ് അധികം കിട്ടാത്തേ ഉള്ളൂ. അത് നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് കിട്ടും. അത് ഈ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് വാങ്ങിച്ചാൽ മതി. 150 രൂപയ്ക്കുള്ളത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനും ഉണ്ടാവും. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 5-6 ക്ലോവ്സ് ആണ്, അതായത് ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പൂ റോസ്മേരി ലീവ്സും ഭയങ്കര എഫക്റ്റ് കിട്ടുന്നതാണ്. മുടിക്ക് ഭയങ്കര മുടി കൊഴിച്ചിൽ മാറാനായിട്ട് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഗ്രാമ്പും റോസ്മേരി ലീവ്സിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. ഇതേപോലെ ഒരു 50 മില്ലിയുടെ കാസ്റ്റർ ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. ഒരു ചെറിയ കുപ്പി കാസ്റ്റർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായി. അത് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് അത്രയും തന്നെ ഒരു 50 മില്ലി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ എന്താ തലയിലിടുന്ന ഒലീവ് ഓയിലാണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ, കാസ്റ്റർ ഓയിലിനേക്കാൾ കുറച്ച് കൂടുതൽ ഒഴിക്കാം. അതിന് കട്ടിയില്ലാത്ത ഓയിലാണല്ലോ കോക്കനട്ട് ഓയിൽ. കാസ്റ്റർ ഓയിൽ കുറച്ച് കട്ടി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു 50 മില്ലി ഒഴിച്ചത്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഒരു 100 മില്ലി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക.
നല്ലോണം ഈ ഓയിലെല്ലാം മിക്സ് ആവണമല്ലോ, അതുകൊണ്ടെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു പെപ്പർമിൻറ്റിൻ്റെ ഡ്രോപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് മിൻറ്റ് ലീവ്സ് ഉണ്ടല്ലോ, മിൻറ്റ് ലീവ്സിൻ്റെ നമുക്ക് എസെൻഷ്യൽ ഓയിലൊക്കെ ആയിട്ട് കിട്ടൂലേ, അത് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ആണെങ്കിലും ഇടാം. പക്ഷെ ഞാൻ മിൻറ്റ് ലീവ്സ് ഇടുന്നില്ല. ഇനി എങ്ങാനും ലീഫ് ആയതുകൊണ്ട് ഇങ്ങനെ ഇല ആയതുകൊണ്ടേ ചിലപ്പോൾ ഇനി കറച്ച് പോയോ എന്തെങ്കിലും ഓയിൽ ചീത്തയായി പോയാലോ എന്ന് ഓർത്തിട്ടാണിത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓർത്തിട്ടാണ് ഞാൻ മിൻറ്റ് ലീവ്സ് ഇടാത്തത്. അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ കിട്ടുകയാണെങ്കിൽ അത് ഇടുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ റോസ്മേരി ഓയിലും മിൻറ്റ് ലീവ്സും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. അത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്ന കോമ്പിനേഷനാണ് ഈ റോസ്മേരി ഓയിലും റോസ്മേരി മിൻറ്റ് ലീവ്സ് എന്നും പറയണത്. അതേപോലെ തന്നെ ഈ ക്ലോവ്സ്, ഗ്രാമ്പും റോസ്മേരി ഓയിലും അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമ്പു ഇട്ടേ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാവുക. ഇത് നമുക്കൊരു 3 ആഴ്ച നമ്മൾ ഇതേപോലെ നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു എസെൻസ് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ലേ, ആ ഓയിൽ കളർ മാറിയിട്ടുണ്ട്, നല്ലോണം ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇത് സ്ട്രെയിൻ ചെയ്ത് വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ആ യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വെറുതെ തലയിലിട്ടാലും ഈ ഓയിൽ തലയിലിട്ടാലും നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ലോണം ഡബിളായിട്ട് വളരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അത് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ കുറച്ച് എൻ്റെ മുടിക്ക് വേണ്ട ഓയിൽ ഞാനൊരു ചെറിയൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും, എനിക്ക് അധികം വേണ്ടി വരത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഓയിൽ. ഇത് കണ്ടില്ലേ, ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്താണ്. എന്നാലും ഞാൻ റോസ്മേരിയുടെ ലീവ്സ് കുറച്ച് ആ ഓയിലിൽ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്നാലും അത് കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഫുള്ളായിട്ട് റോസ്മേരി ലീവ്സ് കളയാഞ്ഞത്. ബാക്കിയൊക്കെ ഞാൻ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ വെച്ച വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഓയിൽ വെച്ച ഇതുണ്ടല്ലോ ബൗള്, നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഹോട്ട് ഓയിലിംഗ് ആണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഇത് ഒരുപാട് അങ്ങോട്ട് ചൂടാവണ്ട, നമുക്ക് തലയിൽ പറ്റുന്ന ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ, അത് അധികം നേരമൊന്നും വേണ്ടി വരില്ല, ഒരു 2-3 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഹോട്ട് ഓയിലിംഗ് ചെയ്താലുള്ള യൂസസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുണ്ടാവുന്ന സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ, മുടിയിലെ സുഷിരങ്ങളൊക്കെ നല്ലോണം ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ തലയിൽ ഇടുന്നത് അതിൻ്റെ റിസൾട്ട് ഡബിളായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഹോട്ട് ഓയിലിംഗ് ചെയ്യണമെന്ന് പറയണത് കേട്ടോ. പിന്നെ അതേപോലെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഈ മുടിയിലുള്ള ഡാൻഡ്രഫ് ഒക്കെ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ്. മുടി പെട്ടെന്ന് തന്നെ വളരാൻ നല്ലതാണ്. അത് മാത്രമല്ല, ഈ റോസ്മേരി ഓയിലും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇത് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നല്ലോണം ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. മുടിയുടെ സ്കാൽപ്പിലാണ് നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. മുടിയിലെ സ്കാൽപ്പിൽ നല്ലോണം ഇടണം. പിന്നെ അടിയിലേക്ക് സ്ട്രാൻഡ്സിലേക്ക് നമുക്ക് ബാക്കി നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന എണ്ണ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഞാൻ സ്ട്രാൻഡ്സിലേക്ക് ഇടാറുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ എപ്പോഴും സ്കാൽപ്പിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. എന്നിട്ട് ഇങ്ങനെ ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് ആ സ്കാൽപ്പിലിട്ട് നല്ലോണം മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് മെത്തേഡിലും കൂടി ഇങ്ങനെ മസാജ് ചെയ്യണത് നല്ലതാണ്. അതായത് നമ്മൾ മൊത്തം മുടി ഇങ്ങനെ കമത്തിയിട്ട് നല്ലോണം മസാജ് ചെയ്യുക. അങ്ങനെ ചെയ്താലും ബ്ലഡ് സർക്കുലേഷൻ കൂടി നല്ലോണം റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറും. അപ്പോൾ ഞാനിങ്ങനെ ഈ തലയിൽ ഇങ്ങനെ ഓയിലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ഒരു 20 അരമണിക്കൂർ നേരം വരെ വെച്ചേക്കും. അരമണിക്കൂർ കൂടുതലും ഞാൻ വെക്കാറുണ്ട്. കുറേ നേരമൊക്കെ വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ കുറേ നേരം വെക്കും. ഇപ്പം നീർവീഴ്ചയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, എണ്ണ അധികം ഇടാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഞാൻ കുറച്ച് നേരം വെക്കാറുണ്ട് കേട്ടോ. ഞാൻ മിനിമം ഒരു അരമണിക്കൂറാണ് വെക്കാറ്, അല്ലെങ്കിൽ ഞാൻ കുറേ നേരം വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു ഹെയർ പാക്കും കൂടി ഇടാറുണ്ട്. ആ പാക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലല്ല, വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ആ പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡബിൾ എഫക്റ്റ് ആയിക്കോട്ടെ. മുടിയുടെ ടെക്സ്ചർ മാറും. മുടി ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം നമുക്കത് ചെയ്താൽ മതി. നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കിട്ടും. എന്നിട്ട് ജസ്റ്റ് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓയിലിംഗ് കഴിഞ്ഞു. നമുക്കിനി റോസ്മേരി ടോണർ ഉണ്ടാക്കാം കേട്ടോ. ടോണർ ഉണ്ടാക്കണത് ഞാൻ ഇതേപോലെ കുറച്ച് റോസ്മേരി ലീവ്സ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ചൂടാക്കാൻ വെക്കുകയാണ് ചെയ്യണത്, അതായത് തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി
ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക. ഇത് എന്നിട്ട് ഇനി നമ്മൾ തുറക്കുകയേ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇനി ലോ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കരുത്. 20 മിനിറ്റും കഴിഞ്ഞ് അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മളത് സ്ട്രെയിൻ ചെയ്ത് ഒരു കുപ്പിയിലാക്കി ഇതേപോലെ സൂക്ഷിക്കുക. 2 ആഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യണത് ഓരോ ദിവസം ഇടവിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനത് കുളി കഴിഞ്ഞ അപ്പം തന്നെ ഞാനിത് സ്പ്രേ ചെയ്യും. അതായത് വെള്ളത്തോടെയല്ല, മുടി ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഞാനിത് എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്യും. അത് സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴുകി കളയേണ്ട ആവശ്യമില്ല, തന്നെ ഉണങ്ങി പൊക്കോളും. 2 നേരവും മുടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ രാത്രി ഉറങ്ങണതിന് മുന്നെയാണ് സ്പ്രേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് മുടി ഉണങ്ങിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള 2 ഓയിലും ഈ റോസ്മേരി ടോണറും ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.